എന്തിനാ വന്നത്? അമ്പലവും പൂജയൊക്കെ ആയിട്ട് എന്റെ മോൾ എങ്ങനെയും ജീവിച്ചോട്ടെ. നിന്നോട് അവൾ ക്രൂരമായിട്ട് പെരുമാറിയല്ലേ? മാപ്പ് ചോദിക്കാനാ ഞാൻ വന്നത്. ചേച്ചി മോശമായി ഒന്നും പറഞ്ഞില്ല. പിന്നെ നീ എന്തിനാ കരഞ്ഞത്? അത് പരിയേട്ടൻ ഇവിടെ വരാൻ പാടില്ലായിരുന്നു. അവരെന്തിനു വേദനിപ്പിക്കുന്നത്? പരിയേട്ടന്റെ ഓർമ്മകളിൽ പോലും ഞാൻ ഉണ്ടാവാൻ പാടില്ല. കയറി വരണുണ്ടോ നീ? ഇനി നാട്ടുകാരെ കൊണ്ടും കൂടെ പറയിപ്പിക്കണം. കേറണ്ട, ഹരി തിരിച്ചു പോവാൻ നോക്ക്. ആരും മാപ്പും സമാധാനം ഒന്നും പറയണ്ട. ഭാര്യയോട് പറഞ്ഞേക്ക് പുരുഷന്മാരെ ആവാഹിക്കാനുള്ള മന്ത്രമൊന്നും എന്റെ മോക്ക് അറിയില്ലാന്നും. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ഹരിദാസിനെ അവൾക്ക് ഭർത്താവായിട്ട് കിട്ടില്ലായിരുന്നു. നീ എവിടെയാ പോയത്? എത്ര നേരമായി കാത്തിരിക്കുന്നു. വീട്ടിൽ കൊണ്ടുവന്നാക്കിയോ? കൊണ്ടുവന്നാക്കാൻ പറ്റില്ല, പക്ഷെ ഞാൻ പോയി. പിന്നെ തിരിച്ചു വന്ന എന്തിനാ? അവളുടെ കൂടെ അവിടെ കിടന്നോളം പാടില്ലായിരുന്നു. അടിച്ചോളൂ. ഇനി അതായിട്ട് എന്തിനു ബാക്കി വെക്കുന്നു? നിന്റെ മനസ്സിൽ പിശാചാണ്, സംശയത്തിന്റെ പിശാച്. പിശാച് അവളാണ്. ദുർമന്ത്രവാദം ചെയ്ത് നിങ്ങളെ മയക്കി എടുത്തിരിക്കുക. ഭക്തയാണത്രേ. അവളുടെ ഒരു ഭക്തി. തകർക്ക്, എല്ലാം തകർക്ക്. എന്റെ ലൈഫ് ഇതുപോലെ നീ എറിഞ്ഞൊടിച്ചു. എന്താടാ ഒച്ച കേട്ടത്? എന്താ മോളെ ഇത്? എന്താണോ ഇതിന്റെയൊക്കെ അർത്ഥം? ഒന്നുമില്ല, യോജിക്കാൻ പാടില്ലാത്ത യോജിച്ചു, അത്ര തന്നെ. എല്ലാവർക്കും സന്തോഷാവട്ടെ. വാശി പിടിച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. സമ്മതിക്കാൻ നല്ലത്. സുധാകരൻ എന്താ ഒരു കുറവ്? അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അനിയനെ പോലെ കരുതിയിരുന്ന ഒരാളെ ഒക്കെ താനെ ശരിയായിക്കൊള്ളൂ. നമ്മൾ പെണ്ണുങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. കൊതിച്ചത് കിട്ടിയില്ല. നിനക്കിതാ വിധി. എന്താണോ പറയുന്നത്? ഒന്നുമില്ല. വെറുതെ എന്റെ സ്വഭാവം മാറ്റരുത്. ഞാൻ വിചാരിച്ചാൽ നടത്തിയിരിക്കും. എതിർത്താൽ അറിയാലോ നിനക്ക്. നീ എപ്പോ വന്നു? കുറെ നേരമായി. എന്നിട്ടെന്താ ഇവിടെ ഇരിക്കുന്നേ? വാ. വേണ്ട, ഞാനിവിടെ ഇരുന്നോളാം. സന്ദർശകർക്കുള്ള സീറ്റ് ഇവിടെയാണല്ലോ. അതെ, ഞാൻ വന്നത് അമ്മയെ ഞാൻ കൊണ്ടുപോവാണ്. എങ്ങോട്ട്? വാടകയ്ക്കാണെങ്കിലും ഇപ്പൊ എനിക്കൊരു വീടുണ്ട്. ഇതിലും മോശമല്ലാത്ത ഒന്ന്. അമ്മയെ കൊണ്ടുപോകാൻ പറ്റില്ല. അമ്മ ഒരാൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ലോ. അമ്മയ്ക്ക് സമ്മതമാണ്. മറ്റാരുടെ അനുവാദം എനിക്ക് ആവശ്യമില്ല. മോളെല്ലാ കാര്യവും നോക്കിക്കൊള്ളണം. വഴക്കൊന്നും ഉണ്ടാക്കരുത്. അമ്മേ, അമ്മ പോകാൻ തീരുമാനിച്ചു. അവൻ വന്ന് വിളിക്കുമ്പോ പറ്റില്ല എന്ന് പറയുന്നത് എങ്ങനെയാടാ? രണ്ടാളുടെ അടുത്തും അമ്മയ്ക്ക് നിൽക്കണ്ടേ? നിന്റെ കാര്യം നോക്കാൻ ഇവളുണ്ട്. അവനോ? എന്നോടൊരു വാക്ക് ചോദിച്ചിട്ട് മതിയായിരുന്നു. അതല്ലേ മോനെ അമ്മ കാത്തു നിന്നത്. നിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു പേടിയില്ല. അവന്റെ കാര്യത്തിലേ ഉള്ളൂ. വാശിയും ചുണ്ടിയും മൂക്കത്താ. അവൻ കുട്ടിയല്ലേ, അറിവും വിവരം വെക്കുമ്പോ മാറും. ഞാൻ ചെല്ലില്ലെന്ന് കരുതി പശുക്കളെയൊക്കെ നേരത്തെ ലോറി കൊണ്ടുപോയി. ഇത്രയും അഴിമതി നിറഞ്ഞൊരു ജില്ലാ ഭരണം ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിട്ടില്ല. വ്യക്തമായ തെളിവുകളില്ലാതെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഭംഗിയല്ല. ബഹുമാനപ്പെട്ട കലക്ടർക്ക് ഭാര്യയുടെ പേരിൽ എത്ര സമ്പാദ്യം ഉണ്ടെന്ന് ചോദിച്ചു നോക്കണം. എന്റെ ഭാര്യ സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ്. അവർക്ക് അവരുടേതായ സമ്പാദ്യങ്ങളുണ്ട്. അരുന്ധതി ഹോട്ടലിന്റെ മതിൽ പൊളിക്കാതിരിക്കാൻ കലക്ടർക്ക് കിട്ടിയ കൈക്കൂലിയാണ് 101 പവനും ലക്ഷങ്ങളുടെ സ്വത്തും സുന്ദരിയായ യുവതിയും. പുതിയ മെമ്പർ കുറെ കൂടി മാന്യത പുലർത്തണം. ഇവിടെ വെച്ച് വ്യക്തിവൈരാഗ്യങ്ങൾ തീർക്കുന്ന മോശമാണ്. ഇത് വ്യക്തിപരമായ കാര്യമല്ല. അരുന്ധതി ഹോട്ടൽസിന്റെ അക്യൂസേഷൻ ഫയൽ എവിടെ? മലമറിക്കുമെന്ന് വീമ്പിളക്കിയിട്ട് പിന്നെ എന്തേ കൈവിറച്ചത്? ആ ഫയൽ മിനിസ്റ്ററുടെ നിർദ്ദേശപ്രകാരം ഗവൺമെന്റിലേക്ക് അയച്ചിട്ടുണ്ട്. സർക്കാർ ഭൂമി തിരിച്ചെടുക്കണം എന്ന് വ്യക്തമായി എഴുതിയ എന്റെ കുറിപ്പോടെ വിറയ്ക്കുന്നത് റവന്യൂ മിനിസ്റ്ററുടെ കൈയായിരിക്കും. ഉടൻ നടപ്പാക്കാനുള്ള തീരുമാനവുമായി ആ ഫയൽ തിരിച്ചു വന്നാൽ നടപടിയെടുക്കുമോ? തീർച്ചയായിട്ടും. കലക്ടറുടെ ഓർഡറില്ല, സണ്ണിലൂടെ റിക്വസ്റ്റാണ്. ആ മതിൽ പൊളിച്ച് സർക്കാർ ഭൂമി വിട്ടുകൊടുക്കണം. അതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമായി തീർന്നിരിക്കുന്നു. അഭിമാനം ഞങ്ങൾക്കും ലഹരി. പല വമ്പന്മാരും ഇവിടെ കളക്ടർമാരായിരുന്നിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ ജയിച്ചു നിന്നു.
എന്റെ മകളുടെ ഭർത്താവ് തന്നെ ഇവിടുത്തെ കളക്ടറായിരിക്കുമ്പോൾ തോൽക്കാൻ എനിക്കും ബുദ്ധിമുട്ടുണ്ട്. ആ ഫയൽ ഗവൺമെന്റിലേക്ക് അയച്ചിരിക്കുകയാണ്. മന്ത്രിയുടെ പോസിറ്റീവായ തീരുമാനവുമായി ഇത് മടങ്ങി വന്നാൽ എനിക്ക് നടപടി എടുക്കേണ്ടി വരും. എന്ന് വെച്ചാൽ അരുന്ധതി ഹോട്ടൽ കോംപ്ലക്സിന്റെ മതിൽ എനിക്ക് പൊളിപ്പിക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ അത് പലതിന്റെയും ആരംഭമായിരിക്കും. സൂചന എനിക്ക് മനസ്സിലായി. ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എനിക്കത് ചെയ്യേണ്ടി വരും. പക്ഷേ അത് ബന്ധങ്ങളെ ബാധിക്കില്ല എന്ന് ഞാൻ ആശിക്കുന്നു. വെറുതെ ആശിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. വേണമെന്ന് വിചാരിച്ചാൽ ഹരിയേട്ടനെ തടയാൻ പറ്റും. ക്ഷമിക്കണം, അതിന് കഴിഞ്ഞൊന്നും വരില്ല. ഞാൻ ഇറങ്ങട്ടെ. വല്യേട്ടാ, അവിടെ ജയചേച്ചിയുടെ ജീവിതം പോലെയല്ല ഇവിടെ എന്റേത്. പിനിവേട്ടൻ എന്റെ ജീവനാണ്. ജയചേച്ചി ചേട്ടനെ വിട്ടുപോയ ചേട്ടനത് ആശ്വാസയെ തരൂ. പക്ഷേ എനിക്കങ്ങനെയല്ല. അത് മറക്കാതിരിക്കോ? അരുന്ധതി ഹോട്ടൽ കോംപ്ലക്സിന്റെ ഫയൽ പ്രൊസീഡ് ചെയ്യാൻ നീ മിനിസ്റ്റർ പ്രസ് ചെയ്യരുത്. ശോഭയുടെ പേരിലാണ് അപേക്ഷ അല്ലേ? ഈ ബുദ്ധി വിശ്വനാഥൻ നായർ പറഞ്ഞു തന്നതോ അതോ അദ്ദേഹത്തിന്റെ മകള് പറഞ്ഞു തന്നതോ? ഞാൻ ശോഭയെ കണ്ടിരുന്നു. അവൾ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഹോട്ടൽ പൊളിച്ചാൽ അവർ ശോഭയെ ഉപേക്ഷിക്കാന്നല്ലേ? തിരിച്ചു പകരം വീട്ടാൻ നമ്മുടെ കയ്യിലുണ്ടല്ലോ ഒരു പെണ്ണ്. കൊണ്ടുവിടണോ അവിടെ? പകരം വീട്ടാനുള്ള ആയുധമല്ല എന്റെ ഭാര്യ. എങ്കിൽ ശോഭ അനുഭവിക്കട്ടെ. സുധി, ഇത്ര കല്ലായിപ്പോയോ നിന്റെ മനസ്സ്? ബന്ധങ്ങളൊക്കെ വെറും പാഴ്വാക്കുകളാണ്. ഈ പാരുടെ ജീവിതം എനിക്കൊരു പ്രശ്നമല്ല, എന്റെ തൊഴിച്ച്. അമ്മയൊന്ന് കാണണം. അമ്മ ഇവിടെ ഇല്ലല്ലോ. ശേഖരമാവന്റെ വീട്ടിൽ പോയിരിക്കാം. ആ, ഒരു വിശേഷമുണ്ട്. ശേഖരമാവന്റെ മകൾ രാധികയെ ഓർക്കുന്നുണ്ടാവല്ലോ? കുട്ടിക്കാലത്തെ ചേട്ടന്റെ കളിക്കൂട്ടുകാരി. വളർന്നപ്പോൾ ചേട്ടനെ ആശിച്ചിരുന്ന പെണ്ണ്. അവളെ ഞാൻ സ്വന്തമാക്കുന്നു. ക്ഷണക്കത്തുണ്ടാവും, വരണം. ഹരി, ഇവിടെ കിടന്നാണ് ഉറങ്ങുന്നത്? സ്വപ്നം കണ്ടുവല്ലേ? സ്വപ്നം കണ്ടു. ഞാനും കാണാൻ തുടങ്ങിയിരിക്കുന്നു ദുസ്വപ്നങ്ങൾ. ഹരി, നമുക്ക് പിരിയാം. ഞെട്ടിപ്പോയല്ലേ? ഞാൻ പ്രതീക്ഷിച്ചത് നന്ദിയോടൊരു ചിരിയായിരുന്നു. അത്രയും ആശ്വാസം. നീ എന്ത് ഭ്രാന്തായി പറയുന്നേ? ഭ്രാന്തല്ല. 2-3 ദിവസമായിട്ട് വളരെ ആലോചിച്ചു. അവസാനം എനിക്ക് തോന്നി നമ്മൾ 2 നേർരേഖകളാണ്. നമുക്കൊരിക്കലും ഒന്നാകാൻ കഴിയില്ല. നീ കരുതുന്ന പോലെയല്ല. എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയുമെന്നല്ല, കഴിഞ്ഞിട്ടുണ്ട്. നീയും എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ വളരെ വലുതാണ്. നമ്മൾ പരസ്പരം നശിപ്പിക്കുകയാണ്. എന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കണം. നമ്മൾ പിരിയാണെന്ന് ആരും അറിയണ്ട. അച്ഛനും വിനോദും ആരും. ദേഷ്യം വരുമ്പോ പലതും പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ ജയ, നീ പോയില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തു പോകും. ഒരിക്കൽ ഞാൻ ശ്രമിക്കുകയും ചെയ്തു. നോക്ക്, നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നാക്കാം. പക്ഷേ നമ്മൾ പിരിയല്ല. ഒരു ചേഞ്ച്, എല്ലാം മറന്ന് പുതിയൊരു ജീവിതം, ഒന്നാകാനുള്ള ഒരു ഒരുക്കം. സമ്മതിച്ചു? കുറച്ചു ദിവസം ഇവൾക്കൊരു ചേഞ്ച് വേണമെന്ന്. എന്താ ഇപ്പൊ അങ്ങനെ തോന്നുന്നു? ഒന്നുമില്ല. ഹരിയേട്ടന് വല്ലാത്ത ജോലി തിരക്ക്. പിന്നെ അമ്മ സുധീരൂടെയാണല്ലോ. ഞാൻ ഒറ്റയ്ക്ക് ബോറടിക്കുന്നു. അകത്തേക്ക് പോ. അരിയിരിക്കൂ. ഇല്ല, പോയിട്ട് കുറച്ച് ജോലികളുണ്ട്. വന്നിട്ടൊന്നും കഴിക്കാതെ. വേണ്ട. ഹരിദാസൻ, നിങ്ങൾ പിണങ്ങിയാണോ വന്നത്? അല്ല. ലാൻഡ് റിക്കവറി ഫയലും എന്റെ മകളും തമ്മിൽ ബന്ധമില്ലല്ലോ. അയ്യോ, അങ്ങനെ ചിന്തിക്കുന്നത് പോലും കഷ്ടമാണ്. ഞാൻ വരട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ് മിസ്റ്റർ നമ്പ്യാർ. ഗുഡ് മോർണിംഗ്.
എന്താ ധൃതിയിൽ? ഇപ്പൊ ഹോം മിനിസ്റ്റർ വിളിച്ചിരുന്നു. നമ്മുടെ മൂക്കിന് താഴെ ഒരു ആന്റി സോഷ്യൽ ഗ്രൂപ്പ് വളർന്നു വരുന്നത് അറിഞ്ഞില്ലേന്നാ അങ്ങനെ ഒരു ചോദ്യം. മൂക്കിന് താഴെ എവിടെയാ? ബേപ്പൂരിൽ ഒരു മറ്റവരുടെ ക്ഷേമരാഷ്ട്രം ഉണ്ടാക്കാൻ നടക്കണത് അറിഞ്ഞില്ലേന്ന് അക്കാര്യം അങ്ങനെ സൂചിപ്പിച്ചത്. അതിന് നമ്മൾ എന്ത് ചെയ്യും? സോഷ്യൽ വർക്കും സംഘടനയും പാടില്ലെന്ന് പറയാൻ നമുക്ക് പറ്റുമോ? പറ്റുമൊക്കെ ചെയ്യും. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അവിടെ ഭരണകക്ഷിയിൽ ഒരു കുഞ്ഞുമില്ല, ഒക്കെ അവളുടെ പുറകെയാ. ഇലക്ഷൻ ഉടനെ ഉണ്ടാവും. അതാ മന്ത്രിക്ക് ഇത്ര ചൂട്. ഇപ്പോഴായിരിക്കും ജനങ്ങളെ പറ്റി അണികളെ പറ്റി ഓർക്കാൻ സമയം കിട്ടിയത്. ഒരു കാര്യം ചെയ്യേ, പോലീസ് ഇറങ്ങി മെമ്പർഷിപ്പ് വരിക, പാർട്ടി വളരട്ടെ. തലക്രയമാനുണ്ടോ? ഒന്ന് പറഞ്ഞിട്ട് വേണ്ടത് ചെയ്യാമെന്ന് വെച്ചാ. ഇല്ല, അദ്ദേഹം ടൂറില്ല. ഇയാൾക്ക് കലക്ടറേറ്റിൽ ഇരിക്കാൻ സമയമില്ലല്ലോ. ഒരു ഒറ്റ ഉദ്യോഗസ്ഥന്മാർക്കും കണ്ടുകൂടാ. ശരിയാ, ഈ ജോലി ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും അവർക്കത്ര താല്പര്യമുള്ള കാര്യമല്ലല്ലോ. പാരമ്പര്യ തൊഴിലുകൾ നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ വേലിക്കെട്ടുകളും ദുരഭിമാനങ്ങളും വെടിഞ്ഞ് ഈ കടപ്പുറത്തെ എന്റെ സഹോദരിമാർ പപ്പടമുണ്ടാക്കുവാനും പായ നെയ്യുവാനും കുട്ട നെയ്യുവാനും ഒക്കെ പഠിക്കാനും അവരെ അത്തരമൊരു കാഴ്ചപ്പാടിലേക്ക് നയിക്കുവാനും കഴിഞ്ഞ ശ്രീമതി രാധമയെ ഞാൻ അഭിനന്ദിക്കുന്നു. ഈ തൊഴിൽ യൂണിറ്റിന്റെ ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ചതിന് നന്ദിയും ആഹ്ലാദവുമുണ്ട്. ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. അങ്കിള് കടലിൽ പോയിട്ടുണ്ടോ? ഇല്ല. പേടിയാണല്ലേ? താരക്ക് പേടിയില്ല. മിടുക്കി. സാറിന് നന്നായിട്ടൊരു കാപ്പി തരാൻ പോലും കഴിഞ്ഞില്ല. കാപ്പി നന്നായിട്ടുണ്ട്. സൽക്കാരങ്ങളെക്കാൾ എനിക്കിഷ്ടം ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാനും അതിൽ പങ്കെടുക്കാനുമാണ്. ഇവിടെ അമ്പലത്തിൽ ഉത്സവമുണ്ട്, സാറ് വരുമോ? അയ്യോ, സമയം കാണില്ലല്ലോ. അല്ല, ഇതിനിടയ്ക്ക് ക്ഷേത്രകാര്യങ്ങളൊക്കെ ഉണ്ടോ? ഉത്സവം എന്നൊക്കെ പറയുന്നത് സന്തോഷിക്കാനുള്ള അവസരമല്ലേ സാർ? അതെ. അടുത്ത കാലം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യം തീർക്കലായിരുന്നു. ഇപ്പൊ അത് മാറി. ഉത്സവം എല്ലാവർക്കും ഉണ്ട്, ജാതിമത ഭേദമില്ലാതെ. നന്നായിരിക്കട്ടെ, കാണാം.